ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഡേ 4 ഇൻ തായ്ലൻഡ് ആണ്. ഞങ്ങൾ ഫുക്കറ്റിലെ ഐലൻഡ് ടൂർ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ട്രാവൽ പാക്കേജുകാർ വണ്ടി ഞങ്ങൾ റിസോർട്ടിലോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. റിസോർട്ടിൽ നിന്ന് ഞങ്ങൾ ഡയറക്റ്റ് പോയത് പോർട്ടിലോട്ടാണ്. അവിടെ ഞങ്ങൾക്ക് ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ബ്രെഡ്, ജാം, ബട്ടർ, പിന്നെ 2 ടൈപ്പ് ജ്യൂസ്, പിന്നെ കുറച്ച് കുക്കീസ്, ഫ്രൂട്ട്സ്, അങ്ങനെയൊക്കെയായിരുന്നു. കുറേ നേരം അവർ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു, എങ്ങനെയായിരിക്കും നമ്മളുടെ ഇന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അതൊക്കെ തന്നതിന് ശേഷം ഞങ്ങളെല്ലാവരെയും ബോട്ടിലോട്ട് കൊണ്ടുപോയി. ബോട്ടിൽ പോയതിന് ശേഷം ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റെസ്പെക്റ്റീവ് ജാക്കറ്റ്സും സീറ്റൊക്കെ അവർ കാണിച്ചു തന്നു. എല്ലാവരും അവിടെ റെഡിയായി പോകാൻ വേണ്ടിയിട്ട്. ബോട്ടിൽ വേറെ കുറച്ച് മലയാളീസ് ഉണ്ടായിരുന്നു, ബാക്കി എല്ലാവരും ഫോറിനേഴ്സ് ആയിരുന്നു. സോ ഞങ്ങൾക്ക് ഒരു പുതിയൊരു അനുഭവം തന്നെയാണ് ഇങ്ങനെ ഐലൻഡൊക്കെ പോകുന്നത്. ലൈഫിൽ ആദ്യമായിട്ടാണല്ലോ. സോ പോകുന്ന വഴിക്ക് അടിപൊളിയായിരുന്നു കേട്ടോ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. ആ കടലിൻ്റെ കളറൊക്കെ കാണാൻ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയാമോ. എന്തായാലും നിങ്ങളും ഫുക്കറ്റിലോട്ട് പോവുകയാണെങ്കിൽ ഈ ടൂർ പാക്കേജ്, ഐലൻഡ് ടൂർ പാക്കേജ് ഒരിക്കലും മിസ് ചെയ്യരുത്. ഇതിൽ ഇവർ നമ്മളെ കൊണ്ടുപോകുന്നത് 5 ഐലൻഡ്, എനിക്ക് കറക്റ്റ് ഓർമ്മ ശരിയാണ്, 5 ഐലൻഡ് ആയിരുന്നു. ആദ്യമേ ഞങ്ങൾ പോയത് മായാബേ ഐലൻഡിലോട്ടാണ്. മായാബേ ഐലൻഡ് എത്തിയപ്പോഴേ അവർ ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, വെള്ളത്തിൽ ചാടരുത്, കാരണം അവിടെ ബേബി ഷാർക്സ് ഉണ്ട്, അതുകൊണ്ട് ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കുമെന്ന്. സോ മായാബേ ഐലൻഡിൽ അവർ വെള്ളത്തിൽ ഇറക്കിയില്ല. എന്ത് കളർന്ന് കണ്ടോ ആ വെള്ളത്തിൻ്റെ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ വെള്ളം കാണാനായിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഐലൻഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബ്രിഡ്ജ് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര റഷായിരുന്നു, അതേപോലെ ചുട്ടു പൊള്ളുന്ന വെയിലുമായിരുന്നു കേട്ടോ, ഒട്ടും താങ്ങാൻ പറ്റാത്ത വെയിലായിരുന്നു. എന്നിട്ട് ഫൈനലി ഞങ്ങൾ ഐലൻഡ് മായാബേ ഐലൻഡിൽ എത്തിയപ്പോൾ കുറച്ച് തണൽ കിട്ടി. അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾ എൻ്റെയും ചേട്ടൻ്റെയും മാറി മാറി എടുത്തായിരുന്നു. അവിടെ ഒരു കഫേ ഉണ്ടായിരുന്നു, പക്ഷേ കഫേ പോയി വെള്ളം വാങ്ങിച്ച് കുടിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അത്രയ്ക്ക് തിരക്ക്. ഞങ്ങൾക്ക് അവർ തന്നിട്ടുള്ള ടൈമിനകത്ത് ഞങ്ങൾക്ക് തിരിച്ച് ബോട്ടിലോട്ട് എത്തണം. സോ ആ ടൈമിനകത്ത് എത്തണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയാലേ എല്ലാം കണ്ടെത്താൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം ഓടിയാണ് എല്ലാം കണ്ടത്. എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഐലൻഡ് മായാബേ ആയിരുന്നു. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ കടലിൻ്റെ കളർ കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ ബീച്ചിലോട്ട് പോയപ്പോൾ ചുട്ടു പൊള്ളി എന്ന് വേണമെങ്കിൽ പറയാം. സൺസ്ക്രീൻ ഒന്നും ഒരു എഫക്റ്റ് പോലും ഇല്ലായിരുന്നു അവിടെ പോയപ്പോഴത്തേക്കും. അത്രയ്ക്ക് സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നിട്ടും കരിഞ്ഞ് ടാൻ അടിച്ചാണ് ഞങ്ങൾ തിരിച്ചെത്തിയത്. ബട്ട് എന്തായാലും സൺസ്ക്രീൻ ഇട്ടുകൊണ്ട് അത്രയ്ക്ക് ഞങ്ങൾക്കത് ബാധിച്ചില്ല. എന്നിട്ട് കുറേ ഫോട്ടോവും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് നേരെ വീണ്ടും ഞങ്ങളുടെ ബോട്ടിലോട്ട് പോയി. ബോട്ടിൽ കയറുന്ന മുന്നേ ഞങ്ങളെ ലെഗ്സൊക്കെ അവർ ക്ലിയർ ചെയ്ത് തരും, കാരണം മണ്ണൊന്നും അകത്തോട്ട് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി അവരെന്നെ നമ്മളെ കാല് കഴുകിയൊക്കെ തരും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ഐലൻഡിലോട്ട് പോയി. ഈ ഐലൻഡിൽ നമുക്ക് വെള്ളത്തിലോട്ട് ചാടാം, ജാക്കറ്റ്സൊക്കെ ഇട്ടിട്ട്. നീന്താൻ അറിയുന്നവർക്ക് ജാക്കറ്റ് ഒന്നും വേണ്ട, നീന്താൻ അറിയാത്തവർക്ക് ജാക്കറ്റ് ഇട്ടിട്ട് ചാടാം. അങ്ങനെ ഞങ്ങളെല്ലാവരും, ഞാൻ പോയില്ല കാരണം എനിക്ക് നീന്താൻ അറിഞ്ഞൂടാ, അതേപോലെ എനിക്ക് വെള്ളം നല്ല പേടിയുള്ള ഒരാളാണ്. സോ ചേട്ടനും അമൽ ചേട്ടനും കണ്ണനൊക്കെ ആണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങിയായിരുന്നു. അവർ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത്. ഇതിനാലിടയ്ക്ക് നമ്മൾ മങ്കി ഐലൻഡ്, അത് ഇങ്ങനെ വേറൊരു ഐലൻഡിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് ഫീഫി ഐലൻഡിലോട്ടാണ്. ഫീഫി ഐലൻഡിലാണ് ഞങ്ങൾക്ക് ഉച്ചത്തെ ലഞ്ച് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ബൊഫേ. സോ ആ പോകുന്നതിനിടയ്ക്ക് തന്നെ ഇവർ ഭയങ്കര സൂപ്പറായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തന്നു കേട്ടോ. ഈ കടലും മലകളും ഭയങ്കര രസമായിരുന്നു. ഇവരുടെ പാക്കേജിൽ മോസ്റ്റ്ലി എല്ലാം തന്നെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്, ബട്ട് ലോങ് ടെയിൽ ബോട്ട് മാത്രം ഇൻക്ലൂഡ് ആയിട്ടില്ല. അത് വേണമെന്നുള്ളവർക്ക് വേറെ പാക്കേജസൊക്കെ നോക്കാവുന്നതാണ്, അതിൽ ഫോട്ടോസൊക്കെ എടുക്കണം എന്നാഗ്രഹിക്കുന്നവർ. ഇതിനാലിടയ്ക്ക് അവർ വീണ്ടും ഞങ്ങളെ വേറൊരു ഐലൻഡിൽ കൊണ്ട് നിർത്തിയിട്ട് സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ടും സ്നോക്ലിങ്ങിന് വേണ്ടിയിട്ടും നിർത്തി തന്നായിരുന്നു. സ്നോക്ലിംഗ് എന്ന് പറയുന്നത് അവർ തരുന്ന സാധനം മുഖത്ത് വെച്ചിട്ട് അടിയിലത്തെ ഫിഷ് വാച്ചിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫീഫി ഐലൻഡിലോട്ടാണ് പോയത്. ഇവിടെയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ച് ഇവർ അറേഞ്ച് ചെയ്തിരുന്നത്. ലഞ്ച് കണ്ടപ്പോൾ ഭയങ്കര വിശപ്പായതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ലഞ്ചൊക്കെ കഴിച്ചിട്ട് അടിപൊളി ലഞ്ചായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും മധുരം കഴിക്കാൻ തോന്നിയപ്പോഴത്തേക്കും അപ്പുറത്തന്നെ ഒരു കഫേ ഉണ്ടായിരുന്നു, അവിടെ പോയി ഒരു ക്രോയിസൻ്റ് കഴിച്ചു. ക്രോയിസൻ്റൊക്കെ കഴിച്ചിട്ട് ഫീഫി ഐലൻഡ് കറങ്ങി നടന്നു. വീണ്ടും ഞങ്ങൾക്ക് അവർ ടൈം തന്നിട്ടുണ്ടായിരുന്നു, 2:40 തിരിച്ച് ബോട്ടിനകത്ത് കയറണമെന്ന്.
അങ്ങനെ ഒരുപാട് ഐലൻഡ്സ് ഞങ്ങൾ അത് കഴിഞ്ഞിട്ടും പോയായിരുന്നു. പോയി ഒരുപാട് എക്സ്പ്ലോർ ചെയ്ത് ഒരു 6 മണി 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും 5:30 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ടൂർ എൻഡായി. എനിക്ക് ബാക്കിയുള്ള വീഡിയോസൊന്നും ഇത് കഴിഞ്ഞിട്ട് പോയ ഐലൻഡ്സിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ചാർജ് ഇല്ലായിരുന്നു ഫോണിൽ. അത് കഴിഞ്ഞ് റൂമെത്തി വീണ്ടും കുറച്ച് നേരം വർക്കൗട്ടൊക്കെ ചെയ്ത് ഒരു കോക്ടെയിലും കുടിച്ച് രാത്രി ഞങ്ങൾ 7-11 പോയി ഡിന്നറും കഴിച്ച് അവസാനിപ്പിച്ചു അന്നത്തെ ദിവസം.